വാട്ട് ഈസ് ബുക്ക് കീപ്പിംഗ്, ദ പ്രോസസ് ഓഫ് ബുക്ക് കീപ്പിംഗ്. അക്കൗണ്ടിങ് എന്താണ്? ജേണൽ എഴുതുക അല്ലേ, അതിനുശേഷം ലെഡ്ജർ എഴുതുക, ജേണലിൻ്റെയും ലെഡ്ജറിൻ്റെയും എഴുതിയതിന് ശേഷം ലെഡ്ജറിനെ സമ്മറൈസ് ചെയ്ത് ബാലൻസ് എടുത്ത് ട്രയൽ ബാലൻസ് എഴുതുക. ഒരു എൻട്രി ജേണലൈസ് ചെയ്യാൻ 2 വഴികളുണ്ട് നമ്മൾ പഠിച്ചു. സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിങ്ങും ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിങ്ങും. ലൂക്ക പാസിയോളിയാണ് ആധുനിക അക്കൗണ്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ പിതാവ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇദ്ദേഹം ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഏതെങ്കിലും ഒരു ഭാഗം മാത്രം, ഒരു ട്രാൻസാക്ഷൻ എന്താണ് നടന്നത് എന്ന് മാത്രം എഴുതുകയും അത് എവിടെ നിന്നാണ് ഫണ്ട് ചെയ്തത് വന്നത് എന്ന് റെക്കോർഡ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് വലിയ വലിയ കമ്പനികൾക്ക് അത് ചെയ്യുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാകുമെന്നും പിന്നീട് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും തെറ്റുകൾ വരാൻ സാധ്യതയുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. അവിടെ നിന്നാണ് ലൂക്ക പാസിയോളി കൊണ്ടുവന്ന ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിങ്ങിലേക്ക് ലോകം പോകുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം ബുക്ക് കീപ്പിങ്ങിൻ്റെ പർപ്പസ് എന്താണ്? ഓരോ ട്രാൻസാക്ഷനും എന്താണ്, എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും അതിന് പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ സാധനം വന്നതും പേയ്മെൻറ്റ് കൊടുത്തതും നമ്മൾ റെക്കോർഡ് ചെയ്യണം എന്ന് ലൂക്ക പാസിയോളി പറയുകയാണ് ഡബിൾ എൻട്രി സിസ്റ്റം ബുക്ക് കീപ്പിങ്ങിൽ. അതായത് വെൻ യു ആർ ബൈയിങ് എ പെൻ, യു ആർ ഗെറ്റിംഗ് എ പെൻ ആൻഡ് യു ആർ പേയിങ് ക്യാഷ്. സോ പെൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ കാശ് കൊടുത്താണ് പെന്ന് വാങ്ങിയത് എന്ന്. അതായത് ഈ ഓരോ ഡെബിറ്റ് എൻട്രിക്കും ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് ക്രെഡിറ്റ് എൻട്രി ഉണ്ട് എന്ന് ആര് വിശ്വസിക്കുന്നു? ഡബിൾ എൻട്രി സിസ്റ്റം ബുക്ക് കീപ്പിംഗ് പറയുന്ന ആൾക്കാർ വിശ്വസിക്കുന്നു. ഇന്ന് ലോകം ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ബുക്ക് കീപ്പിംഗ് സിസ്റ്റമാണ് ഡബിൾ എൻട്രി സിസ്റ്റം ബുക്ക് കീപ്പിംഗ്. ഈ ഡബിൾ എൻട്രി സിസ്റ്റം ബുക്ക് കീപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ എൻട്രിയെയും നമുക്കത് ആ എൻട്രി എന്താണെന്ന് മനസ്സിലാക്കണം. ഒന്ന്, ചിലത് അസറ്റുമായി ബന്ധപ്പെട്ട എൻട്രി ആകാം, അല്ലെങ്കിൽ ലയബിലിറ്റീസുമായി ബന്ധപ്പെട്ട എൻട്രി ആകാം, എക്സ്പെൻസുമായി ബന്ധപ്പെട്ട എൻട്രി ആകാം, അല്ലെങ്കിൽ ഇൻകവുമായി ബന്ധപ്പെട്ട എൻട്രി ആകാം, ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട എൻട്രി ആകാം. ഇതിനെ എങ്ങനെയാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടതെന്നും ഈ ഓരോ ഹെഡിനും ഏത് ബാലൻസ് ആണ് ഉള്ളതെന്നും നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ല. അസറ്റ്സ് എക്സ്പെൻസസ് ആൾവേസ് ഹാവ് ഡെബിറ്റ് ബാലൻസ്. അസറ്റുകൾക്കും എക്സ്പെൻസുകൾക്കും എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക എന്നും ലയബിലിറ്റീസിനും ഇൻകത്തിനും ക്യാപിറ്റലിനും എല്ലായ്പ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക എന്ന് പറയുന്നു. അപ്പോൾ ഒരു അസറ്റ് കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അസറ്റിനെ ഡെബിറ്റ് ചെയ്യുന്നു. അസറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അതേസമയം ഒരു ലയബിലിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. കാരണം എന്താണ്? ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ലയബിലിറ്റിയെ വീണ്ടും ക്രെഡിറ്റ് ചെയ്യുന്നു, ബാലൻസ് കൂടുന്നു. ലയബിലിറ്റിയെ ഡെബിറ്റ് ചെയ്യുമ്പോൾ ബാലൻസ് കുറയുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇത് ചെയ്തിട്ട് ഇതാണ് ഗോൾഡൻ റൂള്. നോമിനൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടായി. പിന്നെ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ലെഡ്ജർ എഴുതി. ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് നമ്മൾ പഠിക്കേണ്ടായി. ലെഡ്ജറിലെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണലിൻ്റെ ഫോർമാറ്റ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് ടി കോളമാണ്. ടി കോളത്തിൽ എന്താ ഉണ്ടാവുക? ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ ആൻഡ് എമൗണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ ആൻഡ് എമൗണ്ട്. എന്താണ് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ? ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ആ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ ഉള്ളത് എന്നതാണ് ഡെബിറ്റ് ബാലൻസ്. ദർ ഈസ് എ ബാലൻസ് ഇൻ ഡെബിറ്റ് സൈഡ് എന്നാണ് ഡെബിറ്റ് ബാലൻസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാലോ ദർ ഈസ് എ ബാലൻസ് ഇൻ ക്രെഡിറ്റ് സൈഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത്. ലാസ്റ്റ് നമ്മൾ സംസാരിച്ച ടോപ്പിക്ക് ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസ് ഒരിക്കലും മാൻഡേറ്ററി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ട്രയൽ ബാലൻസ് ഒരു കമ്പനിക്കും മാൻഡേറ്ററി അല്ല എന്നും ട്രയൽ ബാലൻസ് വേണമെങ്കിൽ എഴുതിയാൽ മതിയെന്നും, പക്ഷേ ജേണലും ലെഡ്ജറും എഴുതിയത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ ട്രയൽ ബാലൻസ് ഉപയോഗിക്കാം എന്ന് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. ട്രയൽ ബാലൻസ് 3 രീതിയിൽ എഴുതാമെന്ന് നമുക്ക് മനസ്സിലാക്കി. ഏതൊക്കെയാണ്? ഒന്ന്, ബാലൻസ് വെച്ചിട്ട് നമുക്ക് ട്രയൽ ബാലൻസ് എഴുതാം. ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ ബാലൻസ് വെച്ച് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം? ലെഡ്ജറിൻ്റെ ടോട്ടൽ വെച്ചിട്ട് നമുക്ക് എന്തെഴുതാം? ട്രയൽ ബാലൻസ് എഴുതാം. അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പൗണ്ട് മെത്തേഡ്, ബാലൻസ് ആദ്യം ടോട്ടൽ എഴുതുന്നു, ഡെബിറ്റും ക്രെഡിറ്റും ടോട്ടൽ എഴുതുന്നു, പിന്നെ ബാലൻസ് എഴുതുന്നു, പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇത് എഴുതുന്നു. അപ്പോൾ ഇത് 3 അപ്രോച്ചും നമുക്ക് കോമ്പൗണ്ട് അപ്രോച്ചും നമുക്ക് ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കി. ട്രയൽ ബാലൻസിൻ്റെ പർപ്പസ് എന്താണെന്ന് നമുക്കറിയാം. അതുവരെ എഴുതിയ കണക്കുകൾ ശരിയായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് എഴുതുന്നത്. എന്നാൽ ട്രയൽ ബാലൻസ് എഴുതുമ്പോൾ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ഒന്നും നമുക്ക് ട്രയൽ ബാലൻസിൽ കണ്ടെത്താൻ പറ്റില്ല. എന്താണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ? ഒരു ഡെബിറ്റിന് ഈക്വലായിട്ടൊരു ക്രെഡിറ്റ് തെറ്റ് നിങ്ങൾ വരുത്തുകയാണെങ്കിൽ, ഒരു 100 രൂപ ഡെബിറ്റ് ചെയ്യാൻ വിട്ടുപോയി 100 രൂപ ക്രെഡിറ്റ് ചെയ്യാനും വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രയൽ ബാലൻസ് ടാലിയാകും, പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് തെറ്റാൻ സാധ്യതയുണ്ട്. ഇത് ഭയങ്കര പണം. ഈ ഡബിൾ എൻട്രി സിസ്റ്റം ബുക്ക് കീപ്പിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വലിയ കമ്പനികൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ധാരാളം എക്സ്പെൻസീവാണ് ഡബിൾ എൻട്രി സിസ്റ്റം ബുക്ക് കീപ്പിംഗ്. ഇനി നമ്മൾ പോകുന്നത് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഇതിലേക്കാണ്. ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു കമ്പനിയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിൽ നിന്നും എന്തുമാത്രം വരുമാനം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. സോ ദ മെയിൻ പർപ്പസ് ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിസൾട്ട് ഓഫ് എന്താണ് ആ ബിസിനസ് ഓപ്പറേഷൻ. ആ ബിസിനസ് ഓപ്പറേഷൻ റിസൾട്ട് മനസ്സിലാക്കുക. ഇതിനു വേണ്ടി നമ്മൾ പല അക്കൗണ്ടുകൾ എഴുതും. നമുക്ക് മനസ്സിലാക്കാം ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, നമ്മളിത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമ്മൾ സംസാരിക്കാറുള്ളൂ. പക്ഷേ ട്രേഡിംഗ് അക്കൗണ്ട് എന്നൊരു അക്കൗണ്ട് കൂടിയുണ്ട്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്? അതായത് സാർ പറയണേ, ഒരു കമ്പനി ഒരു സാധനം മാനുഫാക്ചർ ചെയ്യുന്നു. മാനുഫാക്ചർ ചെയ്യുമ്പോൾ ആ സാധനത്തിന് എന്ത് വില വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയണം. ഉദാഹരണം, ഞാനൊരു കാർ ഉണ്ടാക്കുന്നു. ഈ കാറിന് ഞാൻ സ്റ്റീൽ വാങ്ങിയിട്ടുണ്ടാകാം, പെയിൻറ്റ് വാങ്ങിയിട്ടുണ്ടാകാം, എൻജിൻ വാങ്ങിയിട്ടുണ്ടാകാം. ഇതെല്ലാം കൂടെ ഇതിൻ്റെ ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് എത്രയെന്ന് എനിക്കറിയണം. ഈ ഒരു സാധനം മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനത്തെ, ഉദാഹരണം ഹുണ്ടായി എന്ന് പറയുന്ന കമ്പനിക്ക് ക്രെറ്റ എന്ന് പറയുന്നൊരു കാറുണ്ട്. ഈ ക്രെറ്റ എന്ന് പറയുന്ന ഒറ്റ കാർ മാത്രമേ ഉണ്ടായിക്കൊള്ളൂ? അല്ല, ദർ ആർ സോ മെനി കാർസ്. അപ്പോൾ നമ്മൾ ക്രെറ്റ എന്ന് പറയുന്ന കാറിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ക്രെറ്റ എന്ന് പറയുന്ന കാറ് മാത്രം ഉണ്ടാക്കാൻ എന്ത് കോസ്റ്റാണോ വന്നത്, അതിനോടൊപ്പം എല്ലാ കാറുകൾക്കും കൂടെ ജനറലായിട്ട് നമ്മൾ ധാരാളം ചിലവുകളുണ്ടാകാം. അതിന് ക്രെറ്റയ്ക്ക് വരുന്ന പ്രപ്പോർഷൻ എത്രയാണെന്ന് കണക്കാക്കണം. അപ്പോൾ നമ്മളെങ്ങനെ മനസ്സിലാക്കിയത്? ഹുണ്ടായി എന്ന് പറയുന്ന കമ്പനിക്ക് ഓരോ സാധനം മാനുഫാക്ചർ ചെയ്യുമ്പോഴും ഒരു പെർട്ടിക്കുലർ കോസ്റ്റ് ഉണ്ടാകും. അതിന് ഈ ഓരോന്നിനൊന്ന് സ്പെസിഫിക് പറയാൻ പറ്റാത്ത ഒരു ചിലവ് കൂടി ഉണ്ടാകും. ഉദാഹരണം, ഇലക്ട്രിസിറ്റി ഒരു കാറിന് വേണ്ടി മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? റെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ടെലിഫോൺ ബില്ല് കണ്ടുപിടിക്കാൻ പറ്റുമോ? മാർക്കറ്റിംഗ് എക്സ്പെൻസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? സെയിൽസ് എക്സ്പെൻസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇൻട്രസ്റ്റ് കിട്ടി കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതൊരു കാറിനെ നമുക്ക് കണ്ടുപിടിക്കാം. കാരണം എന്താ, കമ്പനി മൊത്തമായിട്ടല്ലേ പണം എടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മളെന്താ പറയുക? ജനറൽ ആയിട്ടുള്ള മിസ്ലേനിയസ് അല്ലെങ്കിൽ ജനറൽ എക്സ്പെൻസുകളാണ്. ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും നമ്മൾ വ്യക്തമായിട്ട് കാണണം. ഡയറക്റ്റ് എക്സ്പെൻസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് കിട്ടും. നമ്മുടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആ പെർട്ടിക്കുലർ സാധനത്തിന് വേണ്ടി മാത്രമല്ലാതെ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ചിലവാക്കി, അതും കൂടെ അടക്കമുള്ള മറ്റു പല കാര്യങ്ങൾക്കും ചിലവാക്കിയിട്ടുണ്ടാകും. ഇപ്പോൾ മാരുതി എന്ന് പറയുന്ന കമ്പനിയുടെ മാരുതി 800 അല്ലെങ്കിൽ മാരുതി ആൾട്ടോ 800 എന്ന് പറയുന്ന കാറിൻ്റെ വില നമ്മളെങ്ങനെ കണ്ടെത്തുക? ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ട്രേഡിംഗ് അക്കൗണ്ട് എന്താ കണ്ടെത്തുക? നമ്മൾ എത്ര പർച്ചേസ് ചെയ്തു, അതിന് ഡയറക്റ്റ് കോസ്റ്റ് എത്രയായി, എത്ര സെല്ല് ചെയ്തു, ആ ഡിഫറൻസ് ആണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. അതാണ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ആ സാധനം ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ലാഭം കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്? റെൻറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, ടെലിഫോൺസ്, ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള പല അഡീഷണൽ ചിലവുകൾ നമുക്ക് വന്നിട്ടുണ്ടാകും. ഇതിന് മാത്രമല്ലാതെ ഈ ചിലവുകൾ കൂടുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനി നഷ്ടത്തിലേക്ക് പോകാം. ഏതിനും there are two type of expenses, direct expense and indirect expenses. ഡയറക്റ്റ് എക്സ്പെൻസസ് ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഓരോ പ്രോഡക്റ്റിൻ്റെയും കോസ്റ്റ് നമുക്ക് ആദ്യം കണ്ടെത്താൻ പറ്റണം. മാരുതിക്ക് ചെയ്യേണ്ടി വരില്ലേ? ഒരു കാറിൻ്റെ വില എങ്ങനെയാണ് മാരുതി ഡിസൈഡ് ചെയ്യുന്നത്? ടോട്ടൽ എക്സ്പെൻസസിനെ ഈക്വൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഡിവൈഡ് ചെയ്താൽ മാരുതി എല്ലാ കാറിനും ഒരേ എക്സ്പെൻസ് കയറില്ലേ? അപ്പോൾ മാരുതി 800 പിന്നെ ആരെങ്കിലും വാങ്ങുമോ? വാങ്ങില്ല. അപ്പോൾ ആ പെർട്ടിക്കുലർ സെഗ്മെൻറ്റിൽ ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ എന്ത് ചിലവ് വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയും. ഡയറക്റ്റ് ആ സാധനത്തിന് വേണ്ടി ആ ഡയറക്റ്റ് എക്സ്പെൻസസ് കണക്കാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? വാങ്ങിയത് മൈനസ് പർച്ചേസസ് മൈനസ് സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്. ആ സാധനം ഞാൻ ലാഭത്തിലാണ് വെക്കണം. പക്ഷേ എൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതലാണ്, എൻ്റെ റെൻറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ എൻ്റെ ടെലിഫോൺ ബില്ല് കൂടുതലാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് പിന്നീട് ഞാൻ അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. ആ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും കൂടി ഡിഡക്റ്റ് ചെയ്താലാണ് നമ്മുടെ പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ ലാഭം ഉണ്ടാകാം, പലപ്പോഴും ആ കമ്പനി മൊത്തം നഷ്ടത്തിലേക്ക് പോകാം. അങ്ങനത്തെ പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. BSNL അല്ലെങ്കിൽ എയർ ഇന്ത്യ പോലത്തെ കമ്പനികൾക്കൊക്കെ ഇത് ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഈ BSNLൻ്റെ സിമ്മ് വാങ്ങിയ ആൾക്കാർ പൈസ കൊടുക്കാഞ്ഞിട്ടല്ല BSNL പരാജയപ്പെട്ടത്. BSNLൻ്റെ സിമ്മിന് ലാഭമാണ്. പക്ഷേ ദ പ്രോബ്ലം ഈസ് ദെയർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, സാലറീസ്, റെൻറ്റ്, ഇങ്ങനത്തെ എക്സ്പെൻസസ് ഭയങ്കര ഹ്യൂജ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ എന്തുണ്ടായി? ഈ പ്രോഫിറ്റും കൂടെ ആരെടുക്കുന്നു? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിച്ചു? അവരെ കമ്പനി ലോസിലേക്ക് പോകും. ഇത് പല പ്രോഡക്റ്റുകളിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ട്രേഡിംഗ് അക്കൗണ്ട്, അതിൻ്റെ ഡയറക്റ്റ് പ്രോഫിറ്റ് കണ്ടെത്താനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് എഴുതുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ സാധാരണ ഒരു മാനുഫാക്ചറിങ് കമ്പനിയൊക്കെ ആണെങ്കിൽ അവർക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാവും. ഇപ്പോൾ
പാർലെ ജി മാനുഫാക്ചറിങ് എത്ര കോസ്റ്റ് ഉണ്ടോ നോക്കുക. പാർലെ ജി മാനുഫാക്ചർ ചെയ്യാൻ 80 രൂപയാണ് കോസ്റ്റ് എങ്കിൽ അത് 115 രൂപയ്ക്ക് അവർക്ക് വിൽക്കാൻ പറ്റും. പക്ഷേ 115 രൂപയ്ക്ക് പാർലെ ജി വിറ്റാലും കമ്പനി ലാഭത്തിലാവണമെന്നില്ല. കാരണം എന്താണ്, കമ്പനിയുടെ അഡീഷണൽ എക്സ്പെൻസസ് കൂടുതലാണെങ്കിൽ കമ്പനിക്ക് അത് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ പറ്റത്തില്ല. യു ഗോട്ട് ഇറ്റ്, ഐ ഫീൽ അല്ലേ. ദർ ആർ 2 ആസ്പെക്ട്സ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. വൺ ഈസ് ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്തുണ്ടാവുള്ളൂ, ഓൺലി എന്തുണ്ടാവുള്ളൂ, ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടാവുള്ളൂ, ഡയറക്റ്റ് ഇൻകംസ്. ദെൻ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എന്തുണ്ടാവുക, ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് ഇൻകംസിനും നമ്മൾ എന്ത് ചെയ്യും, ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് റിലേറ്റഡ് അല്ലാത്ത, മാനുഫാക്ചറിങ് റിലേറ്റഡ് അല്ലാത്ത എല്ലാ ചിലവുകളും നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എഴുതും. പക്ഷേ സാധാരണ ഇന്നത്തെ സമയത്ത് ഉദാഹരണം ഒരു IT കമ്പനിയൊക്കെയാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എഴുതണമെങ്കിൽ അവർക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാവില്ല. അവരെന്താ ചെയ്യുക, നേരിട്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടാണ് എഴുതുക. എന്താ എനിക്ക് വയ്യമോ, തലവേദനിക്കുക, ക്ഷീണിക്കുക, എന്ത് പറ്റി? ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കിയത്, ദർ ആർ 2 ടൈപ്സ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് 2 പാർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി. എന്താണ്, ട്രേഡിംഗ് പാർട്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പാർട്ടും. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് എഴുതുന്നു, ബാലൻസ് ഷീറ്റ് എഴുതുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് എഴുതുന്നത്. എന്തിനാണ് ട്രേഡിംഗ് അക്കൗണ്ട് പർപ്പസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു മാനുഫാക്ചറിങ് ഫേം ആണെങ്കിൽ അവരെന്താ ചെയ്യുക, മാനുഫാക്ചറിങ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് അങ്ങനെ എഴുതും. അതേസമയം ഒരു നോൺ മാനുഫാക്ചറിങ് ഫേം ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ്. ഈ ട്രേഡിംഗ് അക്കൗണ്ടിനെയും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് തരംതിരിക്കാമെന്ന് പറയാം. മാനുഫാക്ചറിങ് ആൻഡ് ട്രേഡിംഗ് ആക്കാം. എന്താണ് മാനുഫാക്ചറിങ് ആൻഡ് ട്രേഡിംഗ്? ഇപ്പോൾ ആട്ട ഉണ്ടാക്കുന്ന കമ്പനി ആണെങ്കിൽ ഗോതമ്പ് വാങ്ങി അതിന് ലാഭം ഉണ്ടാക്കിയത് ട്രേഡിംഗ് ആണെങ്കിൽ അത് പൊടിക്കാൻ വേണ്ടി എന്ത് ചിലവ് വന്നു സ്ട്രെയിറ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാനുഫാക്ചറിങ് അക്കൗണ്ട് എഴുതുന്നത്. അപ്പോൾ മാനുഫാക്ചറിങ് ഒരു സാധനം ഉണ്ടാക്കുന്ന ആൾ, ഇപ്പോൾ ഞാനൊരു ദോശ ഉണ്ടാക്കുന്ന ആളാണെന്ന് വിചാരിച്ചു, കടക്കാരനാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ദോശമാവ് ഉണ്ടാക്കുന്ന കടക്കാരൻ. ഞാൻ ദോശമാവ് വിറ്റ് കിട്ടിയ ലാഭം നേരിട്ട് ലാഭം കിട്ടുന്നുണ്ടോ എന്നറിയാൻ ഞാൻ ട്രേഡിംഗ് അക്കൗണ്ട് എഴുതും. ഓക്കെ, ആ ദോശ ഉണ്ടാക്കുന്ന പൊടി വാങ്ങി, ഉഴുന്ന് വാങ്ങി, അത് അരച്ച് ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ എനിക്ക് എന്ത് ചിലവ് വന്നു എന്നറിയാൻ ഞാൻ എന്ത് എഴുതും, മാനുഫാക്ചറിങ് അക്കൗണ്ട് എഴുതും. അതിനുശേഷം അത് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി എല്ലാ ചിലവുകൾ വന്നിട്ടുണ്ടാകും, പല അധിക ചിലവുകൾ എനിക്ക് വന്നിട്ടുണ്ടാകും. ആ ചിലവുകളും കൂടി അതിന് കുറയ്ക്കാൻ വേണ്ടി ഞാൻ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എഴുതും. അപ്പോൾ അത് മൂന്നും കൂടി, അതായത് ഒരു അരിമാവ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചിലവുണ്ട്, അരിപ്പൊടി വാങ്ങണം, അല്ലെങ്കിൽ അരി വാങ്ങണം, ഉഴുന്ന് വാങ്ങണം, അരച്ച് മാവാക്കണം, വേണ്ടിയോ? അത് ഫസ്റ്റ് പ്രോഫിറ്റാണ്, ഫസ്റ്റ് പ്രോസസ്സാണ്. അപ്പോൾ അതിന് ടോട്ടൽ കോസ്റ്റ് കിട്ടി. ഈ സാധനം നമ്മൾ വിൽക്കും, മാർക്കറ്റിൽ വിൽക്കും. ഇപ്പോൾ 40 രൂപയ്ക്ക് ഉണ്ടാക്കിയ സാധനം 50 രൂപയ്ക്ക് വിൽക്കും. അവിടെ നമുക്ക് എന്ത് കിട്ടും, ട്രേഡിംഗ് അക്കൗണ്ട്. ഇത് വാങ്ങി ആ മാവ് ഉണ്ടാക്കി വിറ്റതിൽ കിട്ടിയ ലാഭം എത്രയെന്ന് അറിയും. പക്ഷേ 10 രൂപ നമുക്ക് ലാഭം കിട്ടിയെങ്കിൽ പോലും വണ്ടികളുടെ ചിലവ് വന്നിട്ടുണ്ടാകും, ആൾക്കാർ ശമ്പള ചിലവ് വന്നിട്ടുണ്ടാകാം, അവർക്ക് ബോണസ് കൊടുത്തിട്ടുണ്ടാകാം, അവരുടെ ടെലിഫോൺ ബില്ല് കൊടുത്തിട്ടുണ്ടാകാം, കടം കൊടുത്ത പൈസ കിട്ടാതെ ആയിട്ടുണ്ടാകാം. ഇതൊക്കെ നമ്മുടെ എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അതും കൂടെ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ റിയൽ പ്രോഫിറ്റ് കിട്ടും. ഇപ്പോൾ ഒരു അരിമാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി, നമുക്ക് ചെറിയ എക്സാമ്പിളാണ് അങ്ങനെ പറയുന്നത്, അരിമാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ 20 രൂപ പ്രോഫിറ്റ് ഉണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റായിട്ട് അഡീഷണൽ എക്സ്പെൻസ്, അത് വിൽക്കുന്നതിന് വേണ്ടി എനിക്ക് അഡീഷണൽ ഒരു 5 രൂപയുടെ ചിലവായി. അപ്പം എൻ്റെ പ്രോഫിറ്റ് 15 രൂപയായി. എൻ്റെ അഡീഷണൽ ചിലവ് വണ്ടി അയച്ചത്, അയാൾ തന്ന ബാഡറ്റായ പൈസ, അതുപോലെ തന്നെ മറ്റ് ടെലിഫോൺ ബില്ലുകൾ, സാലറി, ഇതെല്ലാം കൂടിയും കുറച്ചപ്പോൾ എൻ്റെ പ്രോഫിറ്റ് 7 രൂപയായി. അപ്പോൾ 20 രൂപ മാനുഫാക്ചറിങ് ഇൻകമുള്ളൊരു കമ്പനി അത് ട്രേഡ് ചെയ്യുമ്പോൾ അവർക്ക് 15 രൂപ ലാഭമുണ്ടാകുന്നു. ആ 15 രൂപ പ്രോഫിറ്റ് മറ്റുള്ള എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസിനും കുറയ്ക്കുമ്പോൾ 8 രൂപ ലാഭമായിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ എവിടെയാണ് നമുക്ക് പിഴവ് പറ്റുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്യാം. എന്താണ്, എൻ്റെ എവിടെയാണ് കൂടുതൽ കോസ്റ്റ് വരുന്നത്, ഏത് കോസ്റ്റ് കട്ട് ചെയ്തിലാണ് എൻ്റെ ലാഭം കൂട്ടാൻ പറ്റുക. ടോട്ടൽ ക്വാളിറ്റി കൺട്രോൾ, ഇങ്ങനെ സംഭവം ഉണ്ടായി. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, TQM എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വിറ്റിട്ട് കാര്യമൊന്നുമില്ല. ഉണ്ടാക്കുന്ന സാധനങ്ങൾ നന്നാക്കി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളുടെ ലാഭം കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ പറയണത്. അപ്പം ഒരു മാനുഫാക്ചറിങ് ഫേമിന് മാനുഫാക്ചറിങ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ടായിരിക്കും. ഒരു നോൺ മാനുഫാക്ചറിങ് കമ്പനിക്ക് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ടായിരിക്കും. ദെൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്നാൽ വരുമാനം. അതാണ് നമ്മളിവിടെ പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലും പറയുന്നത്. ദെൻ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റാണ്. എന്താ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ, കമ്പനിയുടെ പൊസിഷൻ എന്താണ്, കമ്പനിക്ക് വരുമാനമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും എഴുതും. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് എഴുതും, നമ്മൾ ബാലൻസ് ഷീറ്റ് എഴുതും. എന്താ അങ്ങനെ ഉദ്ദേശിക്കുന്നത്, ഈ ബിസിനസ്സിന് ഈ വർഷം ലാഭമുണ്ടോ എന്ന് മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് മനസ്സിലാകത്തുള്ളൂ. എന്നാൽ കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സും ലയബിലിറ്റീസും കൂടെ ഈ പ്രോഫിറ്റിനോട് കൺസിഡർ ചെയ്താൽ മാത്രമേ ഈ കമ്പനി ദീർഘകാലം പോവില്ലെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ.
കമ്പനി ഒരു സാധനം വിറ്റ് ലാഭം ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ സാധനങ്ങൾ വിറ്റ് ലാഭം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് എഴുതാം. എന്നാൽ ഈ കമ്പനിക്ക് അസറ്റ്സ് ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ട്. അതിന് വേണ്ടുന്ന അസറ്റുകളും ലയബിലിറ്റീസും കമ്പനിയിലുണ്ടോ, കമ്പനിയുടെ പ്രസൻറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയാൻ നമ്മൾ എന്ത് എഴുതണം? ഈ പ്രോഫിറ്റ് ചേർത്ത് ബാലൻസ് ഷീറ്റ് എഴുതണം. ട്രേഡിംഗ് അക്കൗണ്ട് ഒരു ബിസിനസ്സിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ വാങ്ങി വിൽപ്പനയിലുണ്ടാകുന്ന ലാഭനഷ്ടങ്ങളാണ് നമ്മൾ സാധാരണ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണുന്നത്. J.R. ബാറ്റ്ലി ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ലോകത്തിന് അക്കൗണ്ടിങ് പ്രൊഫഷണലായിട്ട് ചെയ്ത ആൾക്കാരാണ്. ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ബാറ്റ്ലി ബോയ് ആൻഡ് കമ്പനി. J.R. ബാറ്റ്ലി ബോയ് പറയുന്നത്, ദ ട്രേഡിംഗ് അക്കൗണ്ട് ഷോസ് ദ റിസൾട്ട് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. സാധനങ്ങൾ വാങ്ങി വിറ്റതിൽ എത്ര ലാഭമുണ്ടായി എന്നതാണ് ഇതിൽ കാണിക്കുന്നത്. പക്ഷേ നമ്മൾ മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ വാങ്ങി വിൽപ്പന എല്ലാം ഉണ്ടാവുന്നത് വാങ്ങി മാനുഫാക്ചർ ചെയ്തിട്ടാണ് വിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മാനുഫാക്ചറിങ് കമ്പനിയിൽ മാനുഫാക്ചറിങ് അക്കൗണ്ട് എഴുതേണ്ടി വന്നത്. Then buying and selling of goods. In preparing this account, the general establishment charges are ignored. Only the transaction in goods are included. ട്രേഡിംഗ് അക്കൗണ്ട് എഴുതുന്ന സമയത്ത് ആ ജനറൽ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസുകളിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടൂ. എല്ലാ പ്രോഡക്റ്റുകൾക്കും സർവീസുകൾക്കും വേണ്ടി വരുന്ന ജനറൽ എക്സ്പെൻസസ് കൺസിഡർ ചെയ്യരുത് എന്ന് പറയുന്നു. ബാറ്റ്ലി ബോയ് എന്താ പറഞ്ഞത്? ഒരു കമ്പനി സാധനങ്ങൾ വാങ്ങി വിറ്റതിൽ എത്ര ലാഭമുണ്ടാക്കി എന്നറിയാൻ ഇത് ഉപയോഗിക്കുന്നു, ട്രേഡിംഗ് അക്കൗണ്ട് ഉപയോഗിക്കുന്നു. എന്നാൽ അതിലെന്തു ചെയ്യാൻ പാടില്ല? ഡയറക്റ്റായിട്ടല്ലാത്ത എക്സ്പെൻസുകൾ, അതായത് ജനറൽ മാനേജ്മെൻറ്റ് എക്സ്പെൻസുകൾ നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്തേ ചെയ്യാൻ പാടുള്ളൂ? സ്പെസിഫിക് പ്രോഡക്റ്റ് എക്സ്പെൻസസ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബാറ്റ്ലി ബോയ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ നമ്മൾ ഈ മോഡേൺ അക്കൗണ്ടിങ്ങിൽ ആദ്യത്തെ അക്കൗണ്ടിങ് ഫേംസുകളിൽ ഒന്നാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫേംസാണ് ബാറ്റ്ലി ബോയ് ആൻഡ് കമ്പനി. ഇവർ ഇന്നും സർവൈവ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് ഫേമാണ് ബാറ്റ്ലി ബോയ്, ബ്രിട്ടീഷ് കമ്പനിയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങി വിൽക്കുമ്പോൾ എനിക്ക് ഇത്ര ലാഭമുണ്ടായെങ്കിൽ ഇങ്ങനത്തെ പല പ്രോഡക്റ്റുകളും ഞാൻ വാങ്ങി വിൽക്കുന്നുണ്ടാകാം. അങ്ങനെ പല പ്രോഡക്റ്റുകളും വാങ്ങി വിൽക്കുന്ന സമയത്ത് ഈ പ്രോഡക്റ്റുകൾക്കും കൂടെ ചേർന്നുകൊണ്ട് ഞാൻ പല ജനറൽ എക്സ്പെൻസുകളും ഞാൻ ഇൻകർ ചെയ്യുന്നുണ്ടാകാം. എൻ്റെ ഒരു വണ്ടി, ഇപ്പോൾ മിൽമയുടെ ഒരു വണ്ടി മിൽമയുടെ ബൂത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് പാല് കൊണ്ടുവരാൻ വരികയാണോ? പാലും കൊണ്ടുവരും. അതിൽ മോരുണ്ടാകാം, പാലുണ്ടാകാം, പേടയുണ്ടാകാം, നെയ്യുണ്ടാകാം, ബ്രെഡ് ഉണ്ടാകാം, എല്ലാം ഉണ്ടാവാം. അപ്പോൾ ആ വണ്ടിയുടെ എക്സ്പെൻസ് പാലിൽ മാത്രം കൂട്ടുകയാണെങ്കിൽ തെറ്റല്ലേ? അപ്പോൾ ഈ എക്സ്പെൻസ് നമ്മൾ എന്ത് പറയും? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയും. ഈ എക്സ്പെൻസസിനെ നമ്മളെവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എഴുതുക. ടോട്ടൽ. അപ്പോൾ ഓരോ പ്രോഡക്റ്റിൽ നിന്നും കിട്ടുന്ന ലാഭം അത് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടി. ആ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ജനറൽ ആയിട്ടുള്ള എക്സ്പെൻസുകളെല്ലാം നമ്മൾ കുറയ്ക്കുക. എന്താ ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിനോ സർവീസിനോ നേരിട്ട് അല്ലാത്ത എക്സ്പെൻസുകളെ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കുറയ്ക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ്. സോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എഴുതും. ദെൻ അടുത്തത് എന്താണ്? ബാലൻസ് ഷീറ്റ്. അതിനുശേഷം നമ്മൾ എഴുതുന്നത് എന്താണ്? ബാലൻസ് ഷീറ്റ്. എന്താണ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റുകളും ലയബിലിറ്റികളും, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റും പിന്നെ കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സും ലയബിലിറ്റീസും കാണുന്ന സ്ഥലമാണ് ബാലൻസ് ഷീറ്റ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് എഴുതുന്നത്? പ്രസൻറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ? ഉദാഹരണം, ഈ മാസം എത്ര ശമ്പളം കിട്ടി മീരാന്ന് വെച്ചാൽ മീര എന്താ പറയുക? സാർ എനിക്ക് 50,000 ശമ്പളം കിട്ടി. അതെന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. മീരയുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് വെച്ചാൽ മീര എന്താ പറയുക? സാർ എനിക്ക് 2 വീടുണ്ട്, 3 കാറുണ്ട്, ബാങ്കിൽ 10 ലക്ഷം റുപ്യ കിടക്കുന്നുണ്ട്, 50 പവൻ സ്വർണ്ണമുണ്ട്, പ്ലസ് 80,000 റുപ്യ പ്രോഫിറ്റും ഉണ്ട്. ഇതെല്ലാം ഫിനാൻഷ്യൽ പൊസിഷൻ. ഇത്രയേ ഉള്ളൂ. അതായത് കമ്പനി ആ വർഷം ലാഭമുണ്ടാക്കിയോ എന്ന് മാത്രമാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പറയുന്നത്. എന്നാൽ ഈ ലാഭമുണ്ടാക്കുന്ന കമ്പനി കാലാകാലങ്ങളായി കുറേ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം. ആ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഡെഫിനറ്റായിട്ടും ലയബിലിറ്റി ഉണ്ടോ ഇല്ലയോ? ലയബിലിറ്റി ഉണ്ട്. ആ ലയബിലിറ്റികൾ ഉണ്ടാകാം. അസറ്റ്സ് ഈക്വൽസ് ടു ലയബിലിറ്റിയാണ് വരേണ്ടത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് കമ്പനിയാണ്. ഇനി ഈ നമ്മൾ നെറ്റ്വർത്ത് കാണുന്ന സമയത്ത് അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ബാലൻസ് ഉണ്ടെങ്കിൽ അതാണ് അഡീഷണൽ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതായത് 50,000 രൂപയ്ക്ക് ഗുഡ് വില്ല് വാങ്ങിയിട്ട് അതിൻ്റെ ഇപ്പോഴത്തെ വരെ 70,000 രൂപയാണെങ്കിൽ 20,000 രൂപയാണ് നമ്മുടെ നെറ്റ്വർത്ത് ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ 50,000 ഗുഡ് വില്ല് വാങ്ങി, ഇപ്പോൾ അതിൻ്റെ വില 70,000 ആയിട്ട് മാറി. അപ്പോൾ 20,000 പ്രോഫിറ്റ് അല്ലേ? ദാറ്റ് ഈസ് ദ വർത്ത് വി ക്രിയേറ്റഡ് ബൈ ഇൻവെസ്റ്റിംഗ് 50,000 റുപ്പീസ്. അതാണ് നെറ്റ്വർത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റ് പ്ലസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ഈ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്നുള്ളതാണ് അടുത്ത ചാപ്റ്റർ.